നെക്സ്റ്റ് ഓൺ റിപ്പോർട്ടർ തിരുവനന്തപുരം നെടുമങ്ങാട് പോക്സോ കേസ് പ്രതി കോടതിയിൽ നിന്നിറങ്ങി ഓടി. 2022 നെടുമങ്ങാട് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പ്രതിയായ നിതിൻ രാജാണ് റിമാൻഡ് ചെയ്യവേ ഇറങ്ങി ഓടിയത്. ഒളിവിലായിരുന്ന ഇയാൾ ഇന്ന് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. കുറ്റത്തിനുള്ള ശിക്ഷ കേട്ടയുടൻ ഇറങ്ങി ഓടുകയായിരുന്നു. ഇയാൾക്കായി പോലീസിന്റെ ഊർജിത തിരച്ചിൽ നടക്കുന്നു. അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഇത്രകാലം പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കോടതിയിൽ വന്നു കഴിഞ്ഞ് പോലീസിന്റെ കണ്ണും വെട്ടിച്ച് വീണ്ടും ഇറങ്ങി ഓടിയിരിക്കുന്നു. അത് തീർച്ചയായും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത് ഇത് കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നുമെങ്കിലും ഗൗരവമായ ഒരു സംഭവമാണ്. കാരണം ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2022 2022 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 3 പേർ ചേർന്ന് പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് ഇന്ന് ഈ നെടുമങ്ങാട് പോക്സോ കോടതിയിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെട്ടിട്ടുള്ള ഈ നിതിൻ രാജ് എന്നുള്ളതാണ്. ഇയാൾ 2022 മുതൽ ഒളിവിലായിരുന്നു. ഇന്നാണ് നെടുമങ്ങാട് കോടതിയിൽ സ്വമേധയാ ഒരു അഡ്വക്കേറ്റിനൊപ്പം ഹാജരാകാൻ വേണ്ടി എത്തിയത്. ഇയാൾ ഇത്തരത്തിൽ കീഴടങ്ങിയ ശേഷം ഈ കോടതി ഇത്തരത്തിൽ ഇയാളോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇത്രയും ദിവസം എവിടെയായിരുന്നു, എന്തുകൊണ്ടാണ് കീഴടങ്ങാതിരുന്നത്, ശിക്ഷ ചെയ്താൽ അതിനുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ലഭിക്കും എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനം ഈ കോടതി ഇയാൾക്ക് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തനിക്കുള്ള ശിക്ഷ കേട്ടയുടൻ തന്നെ ഇയാൾ കോടതി വളപ്പിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് അവിടെ വേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുത കൂടിയാണ്. ഇയാൾ ഈ ഇറങ്ങി ഓടുന്ന സമയത്ത് ഏതാനും ചില വനിതാ ഉദ്യോഗസ്ഥർ ഇയാളെ തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അവരെ കൈതട്ടി മാറ്റി ഇയാൾ കോടതി വളപ്പിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ 2022 നടന്ന കേസിനാസ്പദമായ സംഭവമാണെങ്കിൽ പോലും ഇതുവരെയും ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി അഭിഭാഷകനൊപ്പം ഈ നിതിൻ രാജ ഈ നെടുമങ്ങാട് പോക്സോ കോടതിയിലേക്ക് എത്തുന്നതും അവിടെ വെച്ച് ഈ ജഡ്ജി ഇയാളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും തുടർന്ന് ഈ കേസ് നാളെ പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും പിന്നാലെ ഇയാളെ റിമാൻഡ് ചെയ്യും എന്നുള്ള കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇയാളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. 10 കൊല്ലം വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാളോട് കോടതി പറഞ്ഞുടൻ തന്നെ എത്രത്തോളം വലിയ ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് കേട്ട ശേഷമാണ് ഈ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച്, അതും അന്ന് വന്ന് കീഴടങ്ങി കോടതിയിൽ നിന്ന് ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ എങ്കിൽ പിന്നെ പുറത്തേക്ക് പോയേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഓടി രക്ഷപ്പെട്ടത്. നമ്മൾ നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകമൊക്കെ തോന്നുമെങ്കിലും ഒരു കൂട്ടബലാത്സംഗ കേസാണ്, പോക്സോ കേസാണ്. അതിലെ പ്രതിയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. അപകടകരമായ സാഹചര്യം കൂടിയാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അശ്വിൻ ഡിയാഗോണ് വിവരങ്ങൾ നൽകിയത്.